அவர்கள் நெடுங்காலம் பாழாய் கிடந்தவைகளை கட்டி, பூர்வத்தில் நிர்மூலமானவைகளை எடுப்பித்து, தலைமுறை தலைமுறையாய் இடிந்து கிடந்த பாழான பட்டணங்களை புதிதாய் கட்டுவார்கள். ஏசாயா 61:4. And they shall build the old wastes. They shall raise up the former desolations, and they shall repair the waste cities, the desolations of many generations. Isaiah 61:4. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக இணைந்து ஜெபிக்கிற ஊழியர்கள், யூடியூப் சேனல் வாயிலாக செய்தியை கேட்கிற ஊழியர்கள் மற்றும் தேவ பிள்ளைகள் யாவருக்கும் அன்பின் வாழ்த்துக்கள். தேவனாகிய கர்த்தர் இந்த மாதத்திலே நம்மை வெற்றி சிறக்க பண்ணுவார் என்பதை உறுதிப்படுத்துகிறேன். தேவனாகிய கர்த்தருடைய கிருபையினாலே கடந்த 4 மாதங்களை கடந்து வந்திருக்கிறோம். சூழ்நிலைகள் நம்மை எத்தனையோ விதங்களிலே சோர்வுக்குள்படுத்தியிருக்கலாம். ஆனாலும் அவை எல்லாவற்றையும் ஜெயிக்க தேவனாகிய கர்த்தர் கிருபை செய்திருக்கிறார். அவருடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் கடந்த 4 மாதங்களில் இருந்தது போல இந்த 5வது மாதத்திலேயும் உங்களோடும் உங்கள் குடும்பங்களோடும் உங்கள் ஊழியங்களோடும் இருக்க வேண்டும் என்று ஆசீர்வதிக்கிறேன். தேவனாகிய கர்த்தர் நம்மை கொண்டு இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. தேவனுடைய ஆசீர்வாதங்களை நாம் ஜெபித்து பெற்றுக்கொள்வோம். கர்த்தர் தாமே பெரிய காரியங்களை செய்வாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന എല്ലാ കരുതലുകളെയും, ദൈവത്തിൻ്റെ സ്നേഹത്തെയും, ദൈവം നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന ആ നടത്തിപ്പിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവം ഒരുമിച്ച ദിവസനിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ എല്ലാ ടീമംഗങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിലുള്ള വചനത്തിൻ്റെ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ യാഗമായി തീരുന്നതിന് തൊട്ട് മുൻപുള്ള ചില ദിവസങ്ങൾക്ക് മുമ്പ് സ്തോത്രം സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13 മുതലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ആ പെസഹ പെരുന്നാൾ, അവസാനത്തെ പെസഹ പെരുന്നാളിന് ഉള്ള ഒരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. സ്തോത്രം, പെസഹ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക മാത്രമല്ല, താൻ ആ പെസഹ ആചരിക്കുന്ന ആ ദിവസം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തൻ്റെ അരയിൽ ചുറ്റി വെച്ചിരുന്ന ആ തോർത്തെടുത്ത്, ആ തുണിയെടുത്ത്, അവരുടെ ടവലെടുത്ത് അവരുടെ കാലുകൾ തുടയ്ക്കുവാനിടയായി തീർന്നു. എന്താണ് നമുക്ക് യേശു കാണിച്ചെന്നൊരു മാതൃകയാണ്. എന്നുവെച്ചിട്ട് അവരോട് പല കാര്യങ്ങളും അവരെ പറഞ്ഞുപദേശിച്ചു. നിങ്ങളിത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയായിരിക്കണം, ഗുരുവിന് കാണിച്ചതുമാണ് നിങ്ങളുടെ മാതൃക എന്നെല്ലാം പറഞ്ഞവരെ പ്രബോധിപ്പിച്ച വാക്കുകളാണ് ഞാൻ വായിച്ച വചനത്തിന് മേളിലുള്ളത്. പ്രൈസ് ദി ലോർഡ്.
ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു, 13:1 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചിരിക്കുന്നത്. യേശു താൻ ഈ ലോകം വിട്ടു പോകുന്നു എന്ന് തനിക്ക് ഉള്ളിൽ ബോധ്യമായി കഴിഞ്ഞപ്പോൾ, അതിൻ്റെ സമയമായിരിക്കുന്നത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, താൻ തിരഞ്ഞെടുത്തിട്ടുള്ള തൻ്റെ ശിഷ്യന്മാരെ താൻ ഹൃദയം തുറന്നവരെ ആഴമായി സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവരെ അവർ ലോകത്തിലുള്ള തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ദൈവം അവരെ ആഴമായി സ്നേഹിച്ചു. ആരെയാണ്? യേശുവിൻ്റെ ശിഷ്യന്മാരെ കർത്താവ് ആഴമായി അതുപോലെ അവസാന നിമിഷം വരെയും യേശു സ്നേഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അന്ന് യേശു ആ ശിഷ്യന്മാരെ സ്നേഹിച്ചതുപോലെ അവസാന നിമിഷം വരെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അന്ത്യം വരെയും യേശു അധികമായി നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ആ ശിഷ്യന്മാരെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ നമ്മളെയും യേശു സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ സ്നേഹം ഏറ്റവും ആഴമായ സ്നേഹമാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുകയാണ്. ഗുരുനാഥൻ ശിഷ്യന്മാരെ സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ലോകത്തിൽ ഒരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ആഴമല്ല അത് ആ യേശുവിൻ്റെ ആ സ്നേഹത്തിനുള്ളത്. അത്രമാത്രം യേശു ശിഷ്യന്മാരെ സ്നേഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആ ഫ്രീഡം ഉണ്ടായിരുന്നത് കൊണ്ടാണ് യോഹന്നാന് യേശുവിൻ്റെ മാറോട് തലവെച്ച് ഇരിക്കാനും ആ ശബ്ദം കേൾക്കുവാനും തന്നെ ശ്രവിപ്പാനും ഒക്കെ ഇടയായി തീർന്നത്. തൻ്റെ ശിഷ്യന്മാർ ചുറ്റുമിരുന്നു യേശുവിനോട് സംസാരിക്കുന്നു, അവരെ കൊണ്ടു നടക്കുന്നു, പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് യേശുവിന് അവരോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമാണ് സ്തോത്രം യേശു അത്താഴത്തിന് മുമ്പായിട്ട് വസ്ത്രം ഊരി തൂർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തൂർത്തുവാനും ഒക്കെ തുടങ്ങിയ ചരിത്രം നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അതിനുശേഷം ഈ ഭാഗമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് യേശു പറയുകയാണ്. യേശു ഇതെല്ലാം പറഞ്ഞതിന് ശേഷം യേശുവിൻ്റെ ഉള്ളം കലങ്ങി എന്നാണ് നമ്മളിവിടെ വായിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ഉള്ളം കലങ്ങി. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പറയുന്ന വാക്കാണ് ആമേൻ ആമേൻ, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും, എന്നെ ഒറ്റിക്കൊടുക്കും. സ്തോത്രം എന്ന് യേശു പറയുകയാണ്. എന്നെ ചതിക്കും, നിങ്ങളിൽ ഒരുവൻ എന്നെ ചതിക്കും, എന്നെ കാണിച്ചു കൊടുക്കും, എന്നെ ഒറ്റിക്കൊടുക്കും, എന്നോട് കൂടെ നടക്കുന്ന നിങ്ങളിൽ ഒരാൾ എന്ന് യേശു സ്പഷ്ടമായിട്ട് അവിടെ പറയുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നു, ഇത് പറഞ്ഞിട്ട് യേശുവിൻ്റെ ഉള്ളം കലങ്ങി. യേശുവിൻ്റെ ഉള്ളം കലങ്ങിക്കൊണ്ടാണ് യേശു പറയുന്നത്, ആമേൻ ആമേൻ, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, എന്നെ നിങ്ങളിൽ ഒരുവൻ ഒറ്റിക്കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. കാണിച്ചു കൊടുക്കും, എന്നെ ഒരുവൻ ചതിക്കും എന്ന ആശയത്തിൽ യേശു ഇവിടെ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ജീസസ് ട്രബിൾഡ് ഇൻ ഹിസ് സ്പിരിറ്റ്. ആത്മാവിൽ അവൻ കലങ്ങി മറിഞ്ഞ്, അവൻ്റെ ഹൃദയം മുഴുവനും ആത്മാവ് മുഴുവനും ദുഃഖിച്ചു. മനസ്സിൻ്റെ ദുഃഖമല്ല, ആത്മാവിലുള്ള ദുഃഖത്തെയാണ് അവിടെ കാണിക്കുന്നത്. കാരണം താൻ ഈ 3.5 വർഷം ഈ ശിഷ്യന്മാരെ സ്നേഹിക്കുകയും ഈ ശിഷ്യന്മാരോട് കൂടെ നടക്കുകയും അവർക്ക് ഉപദേശിക്കുകയും അവരെ സ്തോത്രം കരുതുകയും അവരിലൂടെ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി സ്തോത്രം എത്രമാത്രം അവരെ കരുതാൻ പറ്റും അത്രമാത്രം കരുതി യേശു ചെയ്ത അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. സ്തോത്രം. എന്നിട്ടും ഇവരിൽ ഒരാൾ യേശുവിനെ കാണിച്ചു കൊടുക്കും എന്നാണ്, ഒറ്റിക്കൊടുക്കും, ചതിക്കുമെന്നാണ് ഇവിടെ വചനത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. യേശു അത് പറഞ്ഞിട്ടാണ് ഉള്ളം കലങ്ങിയാണ് അത് പറയുന്നത്. യേശുവിൻ്റെ ഉള്ളം കലങ്ങിയ പല സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗത്സമനെ തൻ്റെ ഉള്ളം കലങ്ങിയതായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കുന്നു. പ്രൈസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താപിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിലും നീക്കിത്തരണമേ എന്ന് യേശു പറയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. മറ്റൊരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ലാസറിൻ്റെ കല്ലറകൾ ചെന്നിട്ട് യേശു കണ്ണുനീര് വാർത്തു. ജനങ്ങൾ ആടുകൾ ഇടയനെ ഇല്ലാതെ ചെതറി നടക്കുന്നത് കണ്ടിട്ട് യേശുവിൻ്റെ ഹൃദയം തകർന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അനവധി സന്ദർഭങ്ങൾ യേശു ഹൃദയം തകർന്ന്, പ്രൈസ് ദി ലോർഡ്, മനുഷ്യൻ്റെ വേദന കണ്ട് അവരുടെ അവസ്ഥ കണ്ടിട്ട് താൻ
തകർന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ എല്ലാം ഹൃദയമാണ് തകർന്നത്. യേശുവിൻ്റെ ആത്മാവിലാണ് ആ വേദന ഉൾക്കൊള്ളുവാൻ ഇടയായി തീർന്നത്. അത് ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ എന്താണ്? എന്നെ ഒരുവൻ കാണിച്ചു കൊടുക്കും, എന്നോടുകൂടെ 3.5 വർഷം നടന്ന ഒരുവൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ പറഞ്ഞ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളവൻ, സ്തോത്രം. ഞാൻ പറഞ്ഞ ശുശ്രൂഷ ചെയ്തിട്ടുള്ളവൻ എന്നെ കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒറ്റിക്കൊടുക്കും, എന്നെ ചതിക്കും എന്നാണ് യേശു പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയിട്ട് യേശുവിൻ്റെ ഉള്ളം വീണ്ടും വീണ്ടും കലങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ യേശുവിൻ്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാർക്കും അവർക്കെല്ലാം കൃത്യമായി മനസ്സിലായി യേശു ആരാണെന്ന് മനസ്സിലായി. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നു. യേശു ചോദിക്കുന്നു, ഞാൻ ആരാണ്? എന്നെക്കുറിച്ച് മറ്റു പലരും എന്ത് പറയുന്നു? അവർ പറഞ്ഞു, നീ ഏലിയാവാണെന്ന് ചിലർ പറയുന്നു, നീ പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. മരിച്ച പ്രവാചകന്മാരിൽ ഒരുത്തനാണ്. യേശു എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പറയുന്നു? പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യേശു മറുപടി പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. പത്രോസേ, നിനക്കിത് വെളിപ്പെടുത്തുന്നത് ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗത്തിലെ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്ന് പറയുവാനിടയായി. സ്തോത്രം. പത്രോസിന് വെളിപ്പെടുത്തത് എന്താണ്? യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടത് എന്താണ്? തങ്ങളോടുകൂടെ നടക്കുന്ന വ്യക്തി കേവലം ഒരു മനുഷ്യനല്ല, ഒരു തച്ചൻ്റെ മകനല്ല, മറിയയുടെ മകൻ മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവരൊക്കെ യേശുവിനെ കണ്ടത് അവിടെ യഹൂദന്മാരുടെ പ്രതീക്ഷയായിരുന്ന ആ മെസ്സിഹയാണ് എന്ന് അവരുടെ എല്ലാം ഉള്ളത്തിൽ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഉള്ളത്തിൽ ബോധ്യമുണ്ടായിരുന്ന ശിഷ്യന്മാരാണ് അവരെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. മറ്റൊരിക്കൽ 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ അവസാനത്തെ പാരഗ്രാഫിൽ യേശു സ്തോത്രം താൻ അവരെ ഉപദേശിക്കുകയാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ മൂലം ജീവിക്കും. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ പറഞ്ഞു. സ്തോത്രം. ഈ പറഞ്ഞതിന് ശേഷം 6-ാം അധ്യായത്തിലെ കാര്യങ്ങൾ നിനക്കറിയാം. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്നൊക്കെ അവളുടെ ഉപദേശം കഴിഞ്ഞിട്ട് പറയുക. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ എങ്ങനെ ഭക്ഷിക്കും? നിന്റെ മാംസം ഞങ്ങൾക്ക് തിന്നാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അന്ന് മുതൽ ചില ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളും വേണമെങ്കിൽ വിട്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പത്രോസ് ചാടി പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ പോകും? നിന്റെ അടുക്കലാണ് ജീവന്റെ വചനം, നിന്റെ പക്കലാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, ഞങ്ങൾ എവിടെ പോകും? പത്രോസ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കണ്ട വെളിപ്പാട് എന്താണ്? യേശുവിൽ അവൻ ദൈവപുത്രനായി കാണുവാനിടയായി. ദൈവത്തിൻ്റെ പുത്രൻ. അവരെല്ലാവരും അവരുടെ ശുശ്രൂഷയിൽ, അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായും യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചു കൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവരെല്ലാവരും പൂർണ്ണമായി യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. സ്തോത്രം. അൺഡിവൈഡഡ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, പൂർണ്ണമായും യേശുവിൽ മാത്രം അവരുടെ ഹൃദയം കോൺസെൻട്രേറ്റ് ചെയ്ത്, യേശുവിനെ മാത്രം, മറ്റൊന്നും അവർ ശ്രദ്ധിക്കാതെ, യേശുവിൻ്റെ വഴികൾ, യേശുവിൻ്റെ ഉപദേശങ്ങൾ, യേശുവിൻ്റെ കൽപ്പനകൾ ഇത് മാത്രം ശ്രദ്ധിച്ച് യേശുവിനെ ദൈവമെന്ന് അംഗീകരിച്ച് മറ്റൊരിടത്തും അവർക്ക് രക്ഷയില്ല. യേശുവാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവൻ, അവൻ ദൈവമാണ്, ദൈവപുത്രനാണ്, ഞങ്ങളെ രക്ഷിപ്പാൻ കടന്നു വന്നവനാണെന്ന് മാത്രം വിശ്വസിച്ച് അവർ കൂടെ നടക്കുന്ന ശിഷ്യന്മാരാണ്. ഈ വെളിപ്പാട് ശിഷ്യന്മാർക്കെല്ലാം കിട്ടി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അഭ്യർത്ഥ്യമായി എന്ന് പറയുന്ന വ്യക്തിക്ക് യേശുവിനെ കുറിച്ചുള്ള സ്വരം കേട്ടപ്പോൾ തന്നെ, അറിഞ്ഞപ്പോൾ തന്നെ ഒരുവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നിത്യാദി കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അവൻ്റെ അടുക്കലൂടെ ആ ദേശത്തുകൂടെ യേശു കടന്നു വന്നപ്പോൾ ഭൃത്യമായി അലറി കരഞ്ഞ് ദൈവത്തെ വിളിച്ച്, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. ആ അന്ധനായ ബർത്തിമായിക്ക് വെളിപ്പെട്ടു, യേശു ക്രിസ്തു ദാവീദിന്റെ പുത്രൻ, ഞങ്ങളുടെ പ്രത്യാശയാണ്, അവൻ വരാനിരിക്കുന്ന മെസ്സിഹ അവനാണ് എന്നുള്ള ചിന്ത ബർത്തിമായിക്ക് ദൈവം കൊടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുപോലെ അനേക വ്യക്തി ജീവിതങ്ങൾക്ക് ആ തലമുറയിൽ സ്തോത്രം ഉണ്ടായത്, അനേക ജീവിതങ്ങൾക്ക് യേശുവിനെ വെളിപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിനെ കണ്ടിട്ട് കർത്താവ് ദൈവത്തിനെന്ന് വിശ്വസിപ്പാൻ കഴിയാതെ കേവലം ഒരു മനുഷ്യനായി, സ്തോത്രം, യോസഫിന്റെ മകനായി, ഒരു തച്ചനായി, ഈ ലോകത്ത് നടക്കുന്ന വിദ്യാഭ്യാസമില്ലാത്തവനായി പലരും യേശുവിനെ കണ്ടപ്പോൾ ഇവരെല്ലാം കണ്ടത് യേശുവിനെ ദൈവപുത്രനായി കാണാനിടയായി. എന്നാൽ സ്തോത്രം, എന്താ യൂദാസിന് സംഭവിച്ചത്?
യൂദാസ് ആരായിരുന്നു? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. യൂദാസ് ആരായിരുന്നു? പ്രൈസ് ദി ലോർഡ്. യൂദാസും യേശുവിൻ്റെ ശിഷ്യനായിരുന്നെങ്കിലും സ്തോത്രം, അവൻ പൂർണ്ണമായി തൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാതെ സ്തോത്രം ഈ ലോകത്തെയും ആത്മീയതയും ജഡികവും ആത്മീയതയും ലോകവും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് യൂദാസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പ്രശ്നം എന്താണ്? പ്രൈസ് ദി ലോർഡ്. യൂദാസിന്റെ പ്രശ്നം എന്താണ്? അവൻ ആദ്യം മുതൽ തന്നെ സ്തോത്രം ഒരു വേൾഡ്ലി മാനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവ് തന്നെ സാക്ഷ്യം പറയുന്നു, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അവൻ പണം എടുത്തുകൊണ്ടിരുന്നത് കൊണ്ടും എന്ന് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പല പല കാര്യങ്ങളിലും സ്തോത്രം ആ സ്വച്ഛജടവാംസി തൈലം യേശുവിൻ്റെ കാലിൽ പൂശിയപ്പോൾ പ്രൈസ് ദി ലോർഡ്, അവൻ ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് ഈ വ്യർത്ഥമായ ചെലവ്? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെയുള്ള ചിന്തകൾ, വേൾഡ്ലി ചിന്തകളാണ് യൂദാസിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ യൂദാസും ചിന്തിച്ച് കാണും, പ്രൈസ് ദി ലോർഡ്, എല്ലാം ഈ ലോകവും പ്രൈസ് ദി ലോർഡ് ആത്മീയത ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്ന് ചിന്തിച്ച് കാണും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ യൂദാസും ഒരു പരിധിവരെ എന്താണ് യൂദാസിന്റെ പ്രശ്നം എന്താണ്? യൂദാസും ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്നവനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്ങനെയും റോമൻ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് പ്രൈസ് ദി ലോർഡ് ആ തലമുറയിൽ സ്തോത്രം പിടിച്ചു ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന്, തൻ്റെ മാർഗം വേറെ വ്യത്യസ്തമായ മാർഗത്തിലൂടെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവൻ്റെ കാഴ്ചപ്പാടിൽ യൂദാസ് തെറ്റാണോ? ഒരിക്കലുമല്ല, ഒരിക്കലും തെറ്റല്ല. അവൻ്റെ കാഴ്ച ആയിരങ്ങൾ ആഗ്രഹിക്കുന്ന കാഴ്ചപ്പാട് മാത്രമാണ്. അതിന് യേശുവിനെ ഒരു ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് അതിനുവേണ്ടി ഏത് തന്ത്രവും പ്രയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അവൻ ആ ഇസ്രായേൽ യഥാസ്ഥാപനത്തിന് വേണ്ടി മാത്രം കാത്തിരുന്നവനാണ്. ശാസ്ത്രിമാരും പരീശന്മാരും തെറ്റാണോ? സ്തോത്രം. അവർ ചെയ്തത് എന്താണ്? ന്യായപ്രമാണത്തിന് വേണ്ടി മരിപ്പാൻ വരെ തയ്യാറായി നിന്നവരാണ് ശാസ്ത്രിമാരും പരീശന്മാരും. പക്ഷേ അവർക്ക് എന്താ ലഭിക്കാതിരുന്നത്? യൂദാസിന് എന്താ ലഭിക്കാതിരുന്നത്? ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും എന്താ ലഭിക്കാതിരുന്നത്? യേശുവിനെ മെശിഹയായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവർക്ക് ആ വെളിപ്പാട് കിട്ടിയില്ല, അവർ കണ്ടില്ല. അങ്ങനെ കാണാൻ അവർക്ക് മനസ്സ് വന്നില്ല. യൂദാസിനും അങ്ങനെ മനസ്സ് വരാവുന്നതാണ് പ്രശ്നമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ഈ യൂദാസിനും വേണ്ടി കൂടെയല്ലേ യേശു ഭൂമിയിൽ കടന്നു വന്നത്? പ്രൈസ് ദി ലോർഡ്. തീർച്ചയായും പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ. പല ആംഗിളിൽ നിന്നും പല രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യൂദാസിന്റെ അവസാനം കെട്ടിഞ്ഞാന്ന് ചത്തില്ലായിരുന്നെങ്കിൽ യേശു മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കാനുള്ള അവസരങ്ങളെ യൂദാസിനുണ്ടായിരുന്നു. പക്ഷെ യേശു അതുമറിഞ്ഞു, ഇതാ എന്നേക്കുമായിട്ട് യൂദാസ് കൈവിട്ടു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ആരെയും വിശ്വസിപ്പാൻ നിർബന്ധിക്കുന്നില്ല. കർത്താവ് സ്തോത്രം. ഈ വേദനയാണ് യേശുവിനെ ഭരിപ്പാൻ ഇടയായത്. സ്തോത്രം. അവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. യൂദാസ് ചെയ്ത തെറ്റെന്താണ്? സ്തോത്രം. യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്, ചതിക്കുകയാണ് ചെയ്തത്, വഞ്ചിക്കുകയാണ് ചെയ്തത്. സ്തോത്രം. കൂട്ടുകാരനായിരുന്നിട്ട് പോലും ഗുരുവിനെ കൂടെ ഒറ്റിക്കൊടുക്കുവാൻ അത്രമാത്രം കിരാതമായ പ്രവൃത്തിയാണ് താൻ ചെയ്തത്. അതാണ് തൻ്റെ തെറ്റ്. തനിക്ക് ആ വെളിപ്പാട്, യേശു ദൈവത്തിനുള്ള വെളിപ്പാട് തനിക്ക് ലഭിച്ചില്ല. അതിൻ്റെ കാരണം എന്താണ്? ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും സ്തോത്രം തന്നെ ഞെരുക്കിക്കളഞ്ഞിട്ട് നിഷ്ഫലനായി തീരുവാനിടയായി. യേശു പറഞ്ഞ വചനങ്ങൾ മുഴുവനും യൂദാസ് കേട്ടു. ശിഷ്യന്മാരെ പഠിപ്പിച്ച പഠിപ്പിക്കലുകൾ മുഴുവനും യൂദാസ് കേട്ടു. അവർ എല്ലാ കാര്യങ്ങളും അവൻ കേട്ടു. അവൻ കേൾക്കാത്ത ഒരു മറ്റ് ശിഷ്യന്മാർ കേട്ടത് മുഴുവൻ ഇവൻ കേട്ടതാണ്. പക്ഷെ അവൻ്റെ ഉള്ളിൽ വിശ്വാസമായിട്ട് അത് പരിണമിപ്പാനിടയായി തീർന്നില്ല. കേട്ട വചനം അത് വിശ്വാസമായിട്ട് പരിണമിക്കാൻ കഴിയാതെ യേശുവിനെ കേവലം ഒരു മനുഷ്യനായിട്ട്, ഒരു മാജിക്ക് പ്രവർത്തിക്കുന്ന ഒരുവനായിട്ട് മാത്രം കണ്ടതുകൊണ്ട്, ഒരു ഇസ്രായേലിൻ്റെ പ്രത്യാശയാണെന്ന് അവന് കാണാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് അവൻ തകർന്നു പോകാനിടയായത്. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഈ പ്രഭാത നിമിഷത്തിൽ നമ്മൾ മനസ്സിലാക്കണം, പ്രൈസ് ദി ലോർഡ്. യേശുവിടെ കരയുന്നത് എന്താണ്? ഹൃദയം നുറുങ്ങുന്നത് എന്താണ്? തന്റെ ശിഷ്യന്മാരെ ഓർത്ത് അല്ല, നശിക്കാൻ പോകുന്ന യൂദാസിനെ ഓർത്ത് യേശുവിടെ ഹൃദയം തകരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഉള്ളിൽ ഈ പിശാച് കയറി എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഹൃദയത്തിനകത്ത് പിശാച് പ്രവേശിച്ചു. എന്താ പ്രവേശിപ്പാൻ കാരണം? അത് ആരുടെ കൂടെ നടന്നവനാണ്? യേശുവിൻ്റെ കൂടെ നടന്നവൻ്റെ ഉള്ളിൽ പിശാച് കയറി എന്ന് പറഞ്ഞാൽ അർത്ഥം
ബന്ധം എന്താണ്? അവൻ പൂർണ്ണമായും തൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീണ്ടും ജന്മം. യേശുവിൽ നിന്ന് ജനിച്ചിട്ടില്ല. അവൻ യേശുവിൻ്റെ കൂടെ നടന്നു, വഴി നടന്നു, യേശുവിനെ പ്രസംഗിച്ചു, യേശുവിനോട് സംസാരിച്ചു, പ്രൈസലോട് പ്രാർത്ഥിച്ചു, എല്ലാ കാര്യം ചെയ്തെങ്കിലും അവൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ ഉള്ളിൽ യാതൊരു സ്ഥാനവും കൊടുക്കാതിരുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, തകർന്നു പോകാൻ ഇടയായി തീർന്നു. അതാണ് അവൻ്റെ ഉള്ളിൽ പിശാച് പ്രവർത്തിപ്പാൻ ഇടയായത്. ഇന്ന് ഈ നിമിഷം നമ്മളോട് ചിന്തിക്കുക. ഇന്ന് ഈ ദൂത് നമ്മളോടാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? പ്രിയമുള്ളവരെ, സ്തോത്രം, ചിന്തിക്കുക. നമ്മൾ എങ്ങനെ ചിന്തിക്കും? ഇന്ന് യേശു നമ്മളെ ഓർത്താണോ കരയുന്നത്? നമ്മൾ യേശുവിനെ ഏതെല്ലാം സാഹചര്യത്തിൽ ബിട്രേ ചെയ്തിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. നമ്മൾ സ്നാനപ്പെട്ടവരാണ്, യേശുവിന് വേണ്ടി ജീവിക്കാമെന്ന് ഉടമ്പടി ചെയ്തവരാണ്. ആ ഉടമ്പടിയുടെ അടയാളമാണ് നമ്മൾ എടുത്ത സ്നാനം. പ്രൈസൽ, പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമാണ് സ്നാനം. ആ അടയാളം എടുത്തിരിക്കുന്നത് നമ്മൾ ആ ഉടമ്പടി നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണ് എന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ആ ഉടമ്പടി ലംഘിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയെത്ര തവണകൾ ഏതെല്ലാം തലത്തിൽ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങി ലോകത്തിൽ കൂടെ ലോകത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ദൈവസഭ പണിയാമെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നടക്കുന്നതല്ല. ലോകത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തിൻ്റെ സഭയെ നമ്മൾ പണിയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ലോകത്തിൻ്റെ ശക്തിയിലൂടെ ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്നതല്ല. പ്രിയമുള്ളവരെ, എന്നെയല്ല ലോകത്തിന് വേണ്ടിയത്, എന്നിൽ വസിക്കുന്ന യേശുവിനെയാണ്. നിങ്ങളിൽ വസിക്കുന്ന യേശുവിനെയാണ് ലോകത്തിന് വേണ്ടിയത്. ആ യേശുവിനെ ഏതെല്ലാം പോയിന്റിൽ, ഏതെല്ലാം സാഹചര്യത്തിൽ, ഏതെല്ലാം സ്ഥിതിയിൽ നമ്മൾ തള്ളിക്കളഞ്ഞു എന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ, സ്നാനപ്പെട്ട ദിവസം മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നമ്മൾ എവിടെല്ലാം യേശുവിനെ തള്ളിക്കളഞ്ഞു? പല നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, ചില സമ്പത്തിന് വേണ്ടി, ചിലർ ലൗകിക ജീവിതത്തിന് വേണ്ടി, ചിലർ അവരുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വണ്ണം പല പ്രശ്നങ്ങളിലേക്ക് പോയി. സ്തോത്രം, ഞാൻ പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പറയാൻ കഴിയാത്തതാണ്. നമ്മുടെ ആത്മീയ ഭാഷയിൽ ഞാനിവിടെ നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് യേശു നമ്മളെ നോക്കിയാണോ കരയുന്നത്? അന്ന് യൂദാസിനെ നോക്കി കരഞ്ഞാൽ ഇന്ന് യേശു നമ്മെ നോക്കിയാണോ തൻ്റെ ഹൃദയം വേദനിക്കുന്നത്? അവൻ്റെ ഹൃദയം വേദന തബിളാകി തീരുന്നത്? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് നമ്മളെ നോക്കിയാണോ ഉള്ളം കലങ്ങുന്നത് എന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് പരിശോധിപ്പാൻ നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹൂദന്മാരുടെ ഇടയിലെ ഏറ്റവും വലിയ കൊടും കുറ്റവാളി, അന്നത്തെ നൊട്ടോറിയസ് ക്രിമിനലായിരുന്ന പ്രൈസ് ദി ലോർഡ് ബറാബാസ്, യേശുവിൻ്റെ മരണസമയത്ത് അവനെ രക്ഷിച്ചിട്ടാണ് യേശു കാൽവരി ക്രൂശിലേക്ക് കയറിപ്പോയത്. ബറാബാസിനെ വേണോ യേശുവിനെ വേണോ എന്നുള്ള ചോദ്യത്തിന് ജനങ്ങൾ പറഞ്ഞെനിക്ക് ഞങ്ങൾക്ക് ബറാബാസിനെ മതി. ബറാബാസും കൊലപാതകത്തിന് കുറ്റത്തിൽ ക്രൂശിൽ തറയ്ക്കാൻ വെച്ചിരുന്നവനാണ്, അതിനുവേണ്ടി വിധിക്കപ്പെട്ടവനാണ്. എന്നാൽ അവനെയും രക്ഷിച്ചുകൊണ്ടാണ് യേശു ക്രൂശിൽ കയറിയത് എന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, യേശു ആരെയും രക്ഷിക്കും, നമ്മളെ രക്ഷിക്കും. നമ്മുടെ തെറ്റ് സംഭവിച്ചാൽ അവനത് ക്ഷമിക്കാൻ തയ്യാറാണ്. ഇന്ന് സ്തോത്രം, എൻ്റെ വിശ്വാസം പ്രൈസ് ദി ലോർഡ്, യൂദാസും തൂങ്ങിച്ചാകാതെ ഒറ്റിക്കൊടുത്തെങ്കിലും യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ വീണിരുന്നെങ്കിൽ അവനെയും യേശു രക്ഷിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അവനത് യേശു ആത്മഹത്യ ചെയ്തു പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ യേശു നമ്മെ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. നമുക്ക് യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ ഒന്ന് വീഴുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ കുറവുകളാണെങ്കിൽ നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിപ്പാൻ ഇടയായി തീരട്ടെ. ആ ബറാബാസിനെ രക്ഷിച്ച ദൈവം, സകല പാപികളെയും രക്ഷിച്ച ദൈവം, കൊടും പാപികളെ രക്ഷിച്ച ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണോ? നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. തമ്മിൽ ഹല്ലേലൂയ യേശുവിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങിയിട്ട്, യേശു ശിഷ്യന്മാരെ അധികമായി സ്നേഹിച്ചു എന്ന് എഴുതിയിട്ട്, അവൻ്റെ മാതൃകകൾ മുഴുവൻ നമ്മൾ കാണിച്ചു തന്നിട്ട് ഇന്ന് അവനെ സ്നേഹിപ്പാൻ കഴിയാതെ നമ്മൾ അവൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ യേശുവിൻ്റെ ഹൃദയം ദുഃഖിക്കുമെന്ന്, ആത്മാവ് ദുഃഖിക്കുമെന്ന് ഇന്ന് ഈ പ്രഭാതം നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. എന്നെ കേട്ട പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ഇന്ന് ഈ പ്രഭാതത്തിൽ
ഈ വചനങ്ങൾ കൊണ്ട് ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. നമുക്ക് ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം കൃപ നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ദൂരത്തായിരിക്കുന്ന പലരും കർത്താവെ സ്തോത്രം, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ്, ഈ സന്ദേശം അനേക ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടവരുത്തണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ചു തരുന്ന കർത്താവെ, ദൈവത്തിൻ്റെ നാമോടെ മഹത്വം എടുക്കുവാനിടയായി തരണം. ദൈവകൃപയുടെ വ്യാപരിപ്പാനിടയായി തരണം. ദൈവാത്മാവിടെ വിടുവാൻ ഞങ്ങളോട് സഹായിപ്പാനിടയായി തരണം. കർത്താവെ, തോമസ് സാറിനെ കുടുംബമായി അനുഗ്രഹിക്കണമേ. തന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേക വ്യക്തികൾ അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ കഷ്ടതകളിലും പ്രയാസങ്ങളും ദൈവസാന്നിധ്യം കൂടിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തിടുന്നോ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ. ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിടുന്നോ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാം.
ആശ്വാസപ്രദൻ നീ. ദൂതന്മാർ പകൽ വാഴ്ത്തിടുന്നോൻ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ദൈവപിതാവേ, എന്നുടെ താതൻ നീ. ദൂതന്മാർ പകൽ വാഴ്ത്തിടും